ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാനൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ₹1 എടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഹെയർ ക്ലിപ്പ്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ടിക്ടാക്കിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് സെൻറ്റർ ക്ലിപ്പിലോ അങ്ങനെ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ ഈ ₹1 അതുപോലെ ഈ ഒരു സോൾഡറിങ് മെഷീനും മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ സോൾഡറിങ് മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ₹1 ഉണ്ടെങ്കിൽ നല്ല ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു ഫെൽറ്റ് ഷീറ്റാണ്. അപ്പോൾ ഇതിന് പല കളറിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫെൽറ്റ് ഷീറ്റുകൾ കിട്ടും കേട്ടോ. പല കളറിലും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു സോൾഡറിങ് മെഷീൻ ഞാൻ കറണ്ടിൽ കുത്തിയിട്ട് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നല്ലതുപോലെ ചൂടായാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസൈന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത ഒരു ഫോം ഷീറ്റ് പരിചയപ്പെടാം കേട്ടോ. അതിന് മുൻപായിട്ട് ഞാൻ ഈ ₹1 വെച്ചിട്ടാണ് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഔട്ട്ലൈന് കൂടെ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഉരുകി പോവില്ലേ. പിന്നെ ഞാനിവിടെ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഏതാണോ എടുത്തിട്ടുള്ളത് അതുപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ₹40. ഞാനിത് മേടിച്ചിട്ടുള്ളത് എജുമാർട്ടിൽ നിന്നാണ് കേട്ടോ. തൃശ്ശൂരുള്ള എജുമാർട്ടിൽ നിന്നാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ബാക്ക് വശം വരുന്നത് നമ്മളുടെ നെയിം സ്ലിപ്പൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വരുന്നത് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ സോൾഡറിങ് മെഷീൻ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ നിന്ന് കുറച്ച് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോഴറിയാം അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് എന്ന്. എന്നിട്ട് നമ്മുടെ ആ ₹1 കോയിൻ ഫോം ഷീറ്റിൽ വെച്ചിട്ട് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വിരൽ കൊണ്ട് അമർത്തി പിടിച്ചിട്ട് ഇതിൻ്റെ സൈഡ് മൊത്തം ഇങ്ങനെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതുപോലെയുള്ള കുറേ റൗണ്ട് കോയിൻസ് അല്ല, റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ഫെൽറ്റ് ഷീറ്റ് കിട്ടും. ഇങ്ങനെ നമ്മൾ 12 ഈ റൗണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ശരിക്കും 10 എണ്ണമാണ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ അടിവശത്ത് ഒട്ടിച്ചു കൊടുക്കാനും അതേപോലെ തന്നെ ഹെയർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ബാലൻസ് 2 കൂടി ഞാൻ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ മൊത്തം ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 12 ഇതുപോലുള്ള റൗണ്ട് ഷേപ്പുകൾ നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള കുറച്ച് 12 നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സോൾഡറിങ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് വേണം കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ചൂടുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ വന്ന് പിടിക്കാനും അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ആ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നേരാവണ്ണം ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ ഞാനിതായി ഇപ്പോൾ ഒരു 12 ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നമുക്ക് അതിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കാനും ബാക്കി 10 ഫ്ലവർ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള നമ്മൾ ഏത് ഫെൽറ്റ് ഷീറ്റാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ കളറ് ത്രെഡ് നമ്മൾ എടുക്കണം. അതിനുശേഷം ഈ റൗണ്ടിനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് പിന്നെ എല്ലാതും സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ വരണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് ഇവിടുന്ന് അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് മാത്രം വിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അടിവശത്ത് നിന്നാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ബാക്കി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതും ഇതുപോലെ തുന്നാൻ പ്രത്യേകിച്ച് അറിയണമെന്നൊന്നുമില്ല. എങ്ങനെ തുന്നാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതും എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഒന്നിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം മറ്റേത് വരാനായിട്ട്, വീണ്ടും മറ്റേതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം ഇനി വെക്കുന്നത് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്താണ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു 10 എണ്ണം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 സൈഡത്തെ നൂലും നല്ലതുപോലെ ഒന്ന് പിടിച്ച് വലിക്കുക. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ചുരുങ്ങി കിട്ടും, ആ ഫ്ലവർ ഒന്ന് ചുരുങ്ങിയിട്ട് വരും. എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലാക്കി വെച്ചിട്ട് മറ്റേതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത അതേപോലെ തന്നെ നമ്മൾ ഇതിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്നുകൂടി കുത്തിയിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ താഴോട്ടേക്ക് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ 2 നൂലുകളും തമ്മിൽ നല്ലതുപോലെ ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലവർ ആ സെൻറ്റർ ഭാഗത്ത് ആ ഹോളൊന്നും കാണാതെ നല്ലതുപോലെ കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി കറക്റ്റാണോ എന്ന് അടിവശത്ത് നോക്കിയിട്ട് വേണം ആ നൂലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 നൂലുകളും ഒരുമിച്ച് 2 നൂലും ഇപ്പോൾ ആദ്യം ഒരു നൂല് വലിച്ചു, അതിനുശേഷം വീണ്ടും മറ്റേ നൂല് കൂടി ഒന്നുകൂടി വലിച്ചെടുത്തിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഈ ഫ്ലവേഴ്സിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ഒന്ന് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആ നൂലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2-3 തവണ കെട്ടിട്ട് നമുക്ക് ബാക്കി വരുന്ന ത്രെഡിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ, അതേപോലെ എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ഫ്ലവറാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ അവർക്കൊക്കെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും വളരെ സന്തോഷമാവും. ഇനി ചെറിയ തോതിൽ വല്ല ബിസിനസ്സും ചെയ്യാനാണെങ്കിലും ഇതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഗ്ലൂ ഗണ്ണാണ്. അത് ഞാനിതാ പ്ലഗിൽ കുത്തി കൊടുത്തിട്ട് ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ല ചൂടായിട്ട് വന്നാലാണ് നമുക്ക് ആ ഗ്ലൂ നമുക്കിങ്ങനെ ഉരുകി വരത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഫോം ഷീറ്റിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഫോം ഷീറ്റിൻ്റെ ബാക്ക് വശത്ത് ഞാനിതാ കുറച്ച് ഒരു സ്കെയിലിൻ്റെ വീതിയൊന്നും വേണ്ട, അതിലില്ലാതെ കുറച്ചൊരു വീതിയിൽ കുറച്ച് ഭാഗം മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഈ അടിവശത്ത് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ വരച്ചു കൊടുത്തു. എന്നിട്ട് അത്രയും ഭാഗമൊന്നും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും വേണ്ടി വരുന്നില്ല, കാരണം നമുക്ക് ആ റൗണ്ടിൽ ഇതുപോലെ ഒന്ന് ചുറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്, ആ റൗണ്ടിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴും നമ്മുടെ കറക്റ്റ് ആ ലൈനിൽ കൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല ഷേപ്പിൽ അത് കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു നെയിം സ്ലിപ്പ് പോലെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള നമുക്ക് ആ ഒരു വൈറ്റ് പേപ്പർ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ ഗ്ലൂ ഉണ്ട് കേട്ടോ, പശയുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിന് സെൻറ്റർ ഭാഗം മടക്കിയിട്ട് ഗ്ലിറ്റർ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പശയില്ലാത്ത ടൈപ്പിലുള്ള ഗ്ലിറ്റർ പേപ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതുപോലെ ഈ കുറച്ച് അടിവശത്തെ കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ട് അത്രയും ഒരു ഭാഗം വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, താഴോട്ടേക്ക് കൂടുതൽ ഇറങ്ങി പോകാൻ പാടില്ല, കാരണം നമുക്ക് അവിടെ റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കാനുള്ളതാണ്.
അപ്പോൾ ഇതാ ഇതുപോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതാ ഗ്ലൂ ഗൺ ഇവിടെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിനെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കം തോറും നമ്മൾ ഇതാ ഇതിൽ ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പശയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാൽ തന്നെ ആ പശകളൊക്കെ പോവും. ഇതാ ഇതുപോലെ ഞാൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ഫ്ലവർ കിട്ടി. ഇത് അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ഇതിനെ കുറച്ചുകൂടി നല്ല ഭംഗിയാക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ സംഭവത്തിനെ ഇനി നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മളുടെ ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഫ്ലവറിൽ അടിവശത്തായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇപ്പം നല്ലതുപോലെ ഒട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു ഫ്ലവറിനെ നല്ലതുപോലെ ഇങ്ങനെ വിടർത്തി വെക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയിൽ നമുക്കതിനെ കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഒട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു രീതി ചെയ്തെടുക്കാം. അതായത് ഇതാണ്ടല്ലേ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ പകുതി നല്ല സന്തോഷമായിട്ടുണ്ടാവും, ഓ ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ടിക് ടാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടിക് ടാക്കാണ്, കളറൊന്നും പോവില്ല. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള 2 റൗണ്ട് കൂടി ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് സെൻറ്റർ ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതെ ഇപ്പോൾ പറ്റുന്നുണ്ടാവും. ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചിരുതാം ഇതുപോലെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തിരിച്ചിട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളൊന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആ റൗണ്ട് അവിടെ ഫിറ്റായിട്ടിരിക്കും. ഇനി അതിൻ്റെ അടിവശത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ വശത്തോട്ട് നമുക്ക് ഒന്നുകൂടി ഈ ഗ്ലൂ ഒന്ന് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒരെണ്ണം കൂടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, 2 എണ്ണമാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്, അതിൽ ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ ഈ ടിക് ടാക്ക് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക, അതിനെ ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യണതുകൊണ്ട് അവിടെ പശയൊക്കെ എൻ്റെ കയ്യിലൊക്കെ പെട്ടെന്ന് ആവുകയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ആവാറില്ല. നമ്മൾ നല്ലതുപോലെ അതിലോട്ട് തന്നെ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിരുന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴും എന്തോ ഒരു ബുദ്ധിമുട്ട് അതാണ്. പിന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ അടിവശത്തും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. തിരിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് സ്റ്റിക്കായി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ നമ്മുടെ മക്കളുടെ തലയിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്കൊരു ഹെയർ ക്ലിപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത മറ്റൊരു ക്ലിപ്പ് കൂടി ചെയ്തെടുക്കാം. അപ്പോഴല്ലേ നമുക്ക് ഇപ്പോൾ കൊമ്പുകളൊക്കെ കുഞ്ഞു കുട്ടികൾ 2 കൊമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് പോകുമ്പോൾ അതിലിങ്ങനെ 2 സൈഡും വെച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ഈ ഒരു ക്ലിപ്പ് പോലെ തന്നെ വേറൊരു ക്ലിപ്പ് കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ പെയറായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആ ഒരു വയലറ്റ് കളറിലുള്ള 2 ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചെയ്തെടുത്ത കണ്ടില്ലേ ആ ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കളർ വേരിയേഷൻ വരുന്നുണ്ട്, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ആണത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു യെല്ലോയും അതേപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ വേറൊരു ഗ്ലിറ്റർ കളറാണ് ചെയ്തിട്ടുള്ളത്, അതായത് ബ്രൗൺ കളർ. അപ്പം നമുക്കൊരു സൺഫ്ലവറിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു ഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.